സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പുതിയ 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന യൂണിറ്റിലെ ഒരു കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എഴുതിയിട്ടുള്ളത് കൊളംബിയൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഗബ്രിയേൽ ഗാർഷിയ മാർക്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ കഥയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെറിയൊരു എലമെന്റ്സ് നമ്മൾ പഠിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയലിസം അല്ലെ? റിയലിസം നമ്മൾ ചിലപ്പോൾ സിനിമയിലൊക്കെ പറയല്ലോ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചിലത് പറയും ആർട്ടിഫിഷ്യൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഭിനയം പോരാ, നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമയിലൊക്കെ അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹം ഈ കഥയിൽ റിയലിസവും അതുപോലെ തന്നെ മാജിക്കൽ റിയലിസവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം കഥകളിൽ ചിലപ്പോൾ അമാനുഷിക ശക്തിയുള്ള അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കാം, അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അവരൊക്കെ മിക്സ് ചെയ്ത് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കഥയിൽ കഥാപാത്രങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതാണ് റിയലിസവും മാജിക്കൽ റിയലിസവും കേട്ടോ. അപ്പൊ വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്താണ് പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഗബ്രിയേൽ ഗാർഷിയ മാർക്യൂസ് റിയലിസത്തെയും അതുപോലെ തന്നെ മാജിക്കൽ റിയലിസത്തെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കഥാപാത്രം എന്തെങ്കിലും ശക്തിയുള്ള അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തെങ്കിലും കഴിവുകളുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ഇതിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് എന്ന് വായിച്ചു നോക്കാം അല്ലെ. കൈൻഡ്നെസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ് അല്ലെ. എന്താണ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ അല്ലെ. സിമ്പതി എമ്പതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സഹാനുഭൂതി. അതായത് ഈ നമ്മുടെ കൈൻഡ്നെസ്സും എമ്പതിയും ഇവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് നമുക്ക് ആവശ്യമുള്ള അനിവാര്യമായിട്ടുള്ള ഗുണങ്ങളാണ്, എല്ലാവർക്കും വേണം അല്ലെ. ദീ സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൺ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് അല്ലെ. അതായത് ഡാർക്കസ്റ്റ് ടൈംസിൽ, അതായത് ഒരു മനുഷ്യന്റെ ടഫസ്റ്റ് സിറ്റുവേഷനിൽ ഈ കൈൻഡ്നെസ്സും എമ്പതിയൊക്കെ എന്ത് നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ലൈറ്റും ഹോപ്പും നൽകുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇരുണ്ട സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷയും അതുപോലെ തന്നെ വെളിച്ചവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെന്റ്, എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾനറബിൾ അല്ലെ. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മുടെ സമൂഹം എന്താണ് ചെയ്യുന്നത്, അതായത് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, പിന്നെ വീക്ക് ആയിട്ടുള്ള ആളുകൾ, ദുർബലരെ അല്ലെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ സമൂഹം എന്ത് ചെയ്യണം, ഒറ്റപ്പെടുത്താനായിട്ടുള്ള ശ്രമം എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ we may not always realize that even small acts of compassion means സഹാനുഭൂതി അല്ലെ, can have significant impact on many lives അല്ലെ. അതായത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാരണം ചെറിയൊരു സഹാനുഭൂതി കാണിച്ചാൽ മതിയാവും അല്ലെ. അതുപോലെ തന്നെ അതായത് നമ്മൾ ചെറിയ ചെറിയ സഹാനുഭൂതി, അതുപോലെ തന്നെ കാരുണ്യം, ചില ആളുകളുടെ പ്രവർത്തികളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കുമെന്ന് നമ്മൾ പലർക്കും എന്ത് ചെയ്യില്ല, അറിയില്ല. അതായത് ജീവിതത്തിൽ നമ്മൾ ഏതൊരു ആളുകളും ആയിക്കോട്ടെ, നമുക്ക് അവരോട് എന്താ വേണ്ടത്, കൈൻഡ്നെസ് എമ്പതി നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം അല്ലെ. ഓക്കെ, ഇന്നത്തെ സമൂഹം ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിപ്പോയി. എന്നാൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോവാം. ടൈറ്റിൽ നോക്കൂ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എന്താ എനോമസ് വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിറക് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥം വരുന്നത് അല്ലെ. എ വെരി ഓൾഡ് മാൻ അല്ലെ. അപ്പൊ ഇതിലൊരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ചിറകുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു മനുഷ്യന് ചിറകുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് എന്താണ് വരുന്നത്, മാലാഖയാണ് അല്ലെ. മാലാഖമാരെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലോട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ കഥയിൽ പറയുന്നത്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം അല്ലെ. നോക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൺ അറ്റ് നോൺ. അതായത് സമയം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൺ അറ്റ് നോൺ, അതായത് ഉച്ച സമയമാണ്, പക്ഷേ പ്രകാശമൊന്നുമില്ല, അതായത് കുറച്ച് മഴക്കാറ് മൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് അല്ലെ, നമ്മുടെ ഒരു കഥാപാത്രമാണ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് അല്ലെ. എന്താണ് മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങുക അല്ലെ, ഗ്രോണിങ് മീൻസ് അമറുക, ചെറിയ സൗണ്ട് ഒക്കെ എന്ത് ചെയ്യുക, അട്ടർ ചെയ്യുക അല്ലെ, എന്തെങ്കിലും ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ പെലായോ വീട്ടിലോട്ട് വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്, അതായത് മുറ്റത്തിന്റെ പുറകുവശത്ത് അല്ലെ, എന്തോ മുറ്റത്തിന്റെ സൈഡിൽ എന്തോ എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങുന്നുണ്ട്, എന്തോ ഒന്ന് അമറുന്നുണ്ട് അല്ലെ, എന്തോ ഒരു സാധനം, എന്തോ ഒരു ജന്തുവാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ പെലായൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വെളിച്ചക്കുറവുണ്ട്. അപ്പൊ പെലായൊക്കെ എന്താണെന്ന് എന്ത് ചെയ്യണം, പിന്നെ നോക്കണം അല്ലെ. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതെന്താണെന്ന് നോക്കാനായിട്ട് നമ്മുടെ പെലായോ ഇതിന്റെ അടുത്ത്, മുറ്റത്തിന്റെ അടുത്ത് പോയി കണ്ട് നോക്കിയപ്പോൾ ഇതൊരു പ്രായം ചെന്നൊരു മനുഷ്യനാണ്. എ വെരി ഓൾഡ് മാൻ, അത്യാവശ്യം നല്ലോണം പ്രായമുണ്ട്, വെരി ഓൾഡ് മാൻ ആണ്. ദാറ്റ് മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്, അതായത് മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാവും, അവിടെ ചളി ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ചളിയിൽ തന്റെ തല ഇങ്ങനെ കുത്തിക്കാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ മാൻ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, കിടക്കുകയാണ് ഇല്ലെ, കമ്മീന്ന് കിടക്കുകയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിന്റ് ഗെറ്റ് up.
ഇംബഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അതായത് അങ്ങനെ ഈ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഈ നമ്മൾ ഈ ചളിയിൽ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രം നിങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചളിയിൽ അങ്ങനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അയാൾ ശ്രമിക്കുന്നുണ്ട്, അയാൾ ട്രമെൻഡസ് എഫേർട്സ് എടുക്കുന്നുണ്ട് ഒന്ന് എണീക്കാനായിട്ട് അല്ലെ. ബട്ട് ദ മാൻ കുഡിന്റ് ഗെറ്റ്, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല. ഇംബഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്, അതിന് എന്താണ് തടസ്സം നിൽക്കുന്നത്? ഇംബഡഡ് മീൻസ് പ്രിവെന്റ്, അതെന്താ തടയുന്നത്? അദ്ദേഹത്തിന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ ചിറകുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് തടസ്സം എന്ത് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യനാണ്, ചിറകുകൾ ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടപ്പോ നമ്മുടെ പെലായ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലായ റാൻ ടു ഗെറ്റ് എലിസെന്റ. എലിസെന്റ അടുത്ത കഥാപാത്രമാണ്, പെലായയുടെ ഭാര്യയാണ് അല്ലെ. അവളുടെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു അല്ലെ. അപ്പോൾ നമ്മൾ എലിസൺ എന്ത് ചെയ്യായിരുന്നു എന്നാ പറഞ്ഞത്? ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ് അല്ലെ. അവൾ എന്ത് ചെയ്യായിരുന്നു? കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. എന്തെങ്കിലും കംപ്രസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് നനച്ചാൽ നമ്മൾ നെറ്റി തടത്തും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ പിന്നെ വെക്കുമല്ലോ, അതേപോലെയാണ് അല്ലെ. ഇവിടെ കംപ്രസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ക്ലോത്ത് പ്രസ്ഡ് ഓൺ ദ ബോഡി ടു റിലീവ് പെയിൻ, വേദന മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂട് പിടിപ്പിച്ച് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് എന്തെങ്കിലും ചെയ്യുക. അപ്പൊ ഒരു മകന് സുഖമല്ല, അപ്പൊ അവൾ എന്ത് ചെയ്യായിരുന്നു എന്നാ പറഞ്ഞത്? അവളെ കുട്ടിയെ, രോഗിയായിട്ടുള്ള കുട്ടിയെ അവിടെ എന്ത് ചെയ്യായിരുന്നു, അവള് പരിചരിക്കുമായിരുന്നു. അപ്പൊ ഇനി നമ്മുടെ പെലായ ഭാര്യയെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുറ്റത്തോട്ട് പോകുന്നുണ്ട് അല്ലെ. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് അല്ല, ആ മുറ്റത്തിന്റെ പുറകുവശത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി അല്ലെ. ആ വീണിട്ടുള്ള ആ ശരീരത്തെ നോക്കി ഇങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്നു അല്ലെ. അങ്ങനെ നോക്കി, എന്താ ഇത് അത്ഭുതമാണല്ലോ, ഒരു മനുഷ്യന് പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചിറകുണ്ട്, എന്തായാലും ഇത് അല്ലെ. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ അല്ലെ. ആ മനുഷ്യന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നത് റാഗ് പിക്കറെ പോലെയായിരുന്നു എന്നാണ് എന്ത് പറഞ്ഞത്. അതായത് റാഗ് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഹൂ കളക്ട്സ് അല്ലെങ്കിൽ സെൽ റാഗ്സ്. അതായത് നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ഈ പഴയ തുണികളൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. നമ്മൾ ഈ ആക്രയൊക്കെ പൊറുക്കിയിട്ട് ചാക്കിലിടും അല്ലെ. അതേമാതിരി ഇതേമാതിരി തുണികളൊക്കെ കളക്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കളക്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ റോഡിൽ നിന്ന് ചേരുന്ന അവിടെ നിന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, പൊറുക്കിക്കാണ്ട് ബാഗിലൊക്കെ ഇട്ടുകാണ്ട് നടക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഴയ തുണികളൊക്കെ വിറ്റ് നടക്കുക. അപ്പൊ ആ ഒരു ഇതിലാണ്, അതായത് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല അല്ലെ. ഒരു റാഗ് പിക്കറെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ കയറി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ദർ വർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് എ വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഹിസ് ബാൾഡ് സ്കൾ, ഈ ബാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിയാണ്. അപ്പൊ ഏകദേശം കുറച്ച് മങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കളറൊക്കെ ആയിട്ടുള്ള വെള്ളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേ കളറൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും മുടികളെ അദ്ദേഹത്തിന് എന്തേ ഉള്ളൂ, ബാൾഡിലുള്ളൂ അല്ലെ. ആൻഡ് എ ഫ്യൂ വെരി ടീത്ത് ഇൻ ഹിസ് മൗത്ത്, വാക്കകത്ത് കുറച്ച് പല്ലുകളെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ള മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അത്രക്കും വയസ്സായിട്ടുള്ള ഒരു മനുഷ്യന്, വെരി ഓൾഡ് മാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീമഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഈ വളരെ എന്താ പറയുക, പിറ്റി ആയിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു മനസ്സിനൊക്കെ ഒരു വിഷമം തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. കാരണം എന്താണ്, നല്ല പ്രായമായിട്ടുണ്ട്, തലയിൽ മുടിയില്ല അല്ലെ, വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ആകെ കയറി പറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളാവാം, വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളാവാം, അതുപോലെ വാക്കകത്ത് പല്ലൊന്നുമില്ല, അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെ, സീമഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ചഡ് അല്ലെ. ഡ്രഞ്ചഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്കഡ്, നനഞ്ഞു കുളിച്ചിട്ടുള്ള ഒരു മുതുമുത്തശ്ശനെ പോലെയാണ് അദ്ദേഹത്തിലവർക്ക് തോന്നിയിട്ടുള്ളത്. This took away any sense of grandeur he might have had. ഓക്കെ, ഇവിടെ ഗ്രാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മഹാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാൾ, ഹി മൈറ്റ് ഹാവ് ഹാഡ്. അതായത് അദ്ദേഹത്തിന്റെ ഈ രൂപവും വാക്കകത്തെ പല്ലും ഇതെല്ലാം കണ്ടിട്ട് ആളുകൾക്ക് ഇവർക്കൊക്കെ തോന്നുന്നത് എന്താണ്, ഇദ്ദേഹം അത്ര വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആളൊന്നുമല്ല, സാധാരണ ഒരാളായിരിക്കും എന്ന് എന്തെയാണ് തോന്നുകയാണ് അല്ലെ. ഇനി ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ് were entangled in the mud അല്ലെ. ഇവിടെ ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഇവിടെ ബസാർഡ് വിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല വലിയ 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 ചിറകുകൾ ഉണ്ടാവും. ചിലപ്പോൾ വലിയ കഴുകന്മാർക്കൊക്കെ ഉണ്ടാവും ചിറകുകൾ, ഇര പിടിക്കാനൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ വീശിപ്പോയി അല്ലെ, അങ്ങനത്തെ ഒരു ചിറകിനാണ്. ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്കഡ്, അതിന്റെ അവസ്ഥ എന്താ, ചിറകിന്റെ ഒക്കെ അവസ്ഥകൾ വളരെ ഡേർട്ടി ആണ്, ആൻഡ് ഹാഫ് പ്ലക്കഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പകുതി എന്ത് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ അതിന്റെ തൂലുകളൊക്കെ പറിച്ചിട്ടുണ്ട്. വേർ എൻടാംഗിൾഡ് ഇൻ ദ മഡ്, അതായത് ചിലപ്പോൾ പറന്നു പോയപ്പോൾ വീണതാവാം, അതുപോലെകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും. അത് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ചെറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. വേർ എൻടാംഗിൾഡ് ഇൻ ദ മഡ്, അത് ഈ ചളിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, എൻടാംഗിൾ ചെയ്ത് കണ്ട് എന്ത് ചെയ്യാണ്, കിടക്കുക, സ്പ്രെഡ് ചെയ്ത് കണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, കുടുങ്ങി കിടക്കാന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം. They looked at him so long and so closely that Pelayo and Elisinde very soon overcome their surprise. അല്ലേ, ആദ്യം അവർ കുറേ വിട്ടുന്ന് നോക്കുന്നു, പിന്നെ അവർ കുറേ അടുത്ത് നോക്കുന്നു, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ സർപ്രൈസിന് എന്ത് ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി പോകുന്നുണ്ട്. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, അവസാനം ഇവർക്ക് മനസ്സിലായി. ആദ്യം കണ്ടപ്പോൾ ഒരു മനുഷ്യന്, ഒരു ചിറകുള്ള മനുഷ്യന്, എന്തോ ഒരു അമാനുഷിക ജന്തു ആവാന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറേ നോക്കിയപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി, ഓക്കെ, ഞങ്ങളെ പോലെ തന്നെയാണ് മനുഷ്യൻ, ഞങ്ങളെ പോലത്തെയുള്ള രൂപം ഭാവമൊക്കെ തന്നെയാണ്, ഒരു ചിറകുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ തങ്ങളെപ്പോലെ തന്നെയാണ് ആ മനുഷ്യനെന്ന് കണ്ടപ്പോൾ
ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം, അല്ലെ, അയാളോട് സംസാരിക്കാനായിട്ട് ഇവർ ധൈര്യപ്പെട്ടു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സൈലേഴ്സ് വോയിസ്, അല്ലെ. അദ്ദേഹം എങ്ങനെയാണ് സംസാരിച്ചെന്നാ പറഞ്ഞത്? ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട്, അല്ലെ, അതായത് ഒരു അൺനോൺ, അയാൾ എന്തൊക്കെയാ പറയുന്നത്, ഇവർക്ക് ആ ഭാഷ മനസ്സിലാവുന്നില്ല. ഒരു സ്ട്രോങ് സെയിലറിന്റെ വോയിസിലൂടെയാണ് അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഇവർക്ക് മനസ്സിലായി ചിലപ്പോൾ എന്തെങ്കിലും സെയിലർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നെന്താണ്, അൺനോൺ ലാംഗ്വേജിലാണ് അദ്ദേഹം എന്തൊക്കെയാ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് മനസ്സിലായി. ഓക്കെ, they concluded that he was a lonely castaway from some foreign ship wrecked by the storm. അങ്ങനെ അവർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു കാസ്റ്റവേ ആയിരിക്കാം, അല്ലെ. ഒരു എന്താ പറയുക, കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് കപ്പലോ അല്ലെങ്കിൽ ബോട്ടോ എന്തെങ്കിലുമൊക്കെ തകർന്നിട്ട് അതിന് രക്ഷപ്പെട്ട്, അല്ലെ, ആ ഒരു ഇതിൽ, അല്ലെ. അപ്പോൾ ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഏതെങ്കിലും ഫോറിൻ ഷിപ്സിനോ ആയിരിക്കാം. പക്ഷെ ആ ഷിപ്പ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ല, കൊടുങ്കാറ്റൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തകർന്നിട്ടാവുക. ഓക്കെ, ദെൻ ദേ കാൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ. അങ്ങനെ നമ്മുടെ പെലായവും അതുപോലെ തന്നെ നമ്മുടെ എലിസനെയും വിചാരിച്ചിട്ടുള്ളത് ഒരു സെയിലർ ആവാം എന്ന രീതിയിലാണ് അവർ വിചാരിച്ചിട്ടുള്ളത്, അല്ലെ. അപ്പൊ അവർ ഒരു അയൽവാസിയെ എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചു. അയൽവാസിയായിട്ട് ഒരു സ്ത്രീയെ എന്ത് ചെയ്ത് വിളിച്ചു. ഓക്കെ, ആൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ഹീസ് ആൻ ഏഞ്ചൽ. അതായത് അവരിതുവരെ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്, തെറ്റാണെന്ന രീതിയിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, സംസാരിച്ചത്. ഈ ഇപ്പൊ വീണ് കിടക്കുന്നത് ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം, അല്ലെ, അവരുടെ അയൽവാസി അവരോട് പറഞ്ഞു, ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, അല്ലെ. അവർ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് വന്നതായിരിക്കാം. നിങ്ങളുടെ കുട്ടിക്ക് പിന്നെ സുഖമല്ലല്ലോ, ചിലപ്പോൾ അസുഖം മാറ്റാനായിട്ട് എന്തായിരിക്കാം വന്നതായിരിക്കാം. ബട്ട് ദ പുവർ ഫെലോ ഈ സോ ഓൾഡ്. പക്ഷേ ഈ മാലാഖക്ക് നല്ല പ്രായമുണ്ട്. ദാറ്റ് ദ റെയിൻ നോക്കഡ് ഹിം ഡൗൺ. അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ ഇത് ഒന്നായിട്ട് പറക്കാൻ കഴിയാതെ നിലത്തോട്ടാണ് എന്ത് ചെയ്താണ്, വീണതാണെന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു പറയുന്നു. ഓൺ ദ ഫോളോവിംഗ് ഡേ everyone knew that a flesh and blood angel was held captive in Pelayo's house. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ ഈ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഉള്ള ഈ ഓൾഡ് മാൻ അവിടെ മണ്ണിൽ തന്നെ ആ ചെളിയിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം എവരിവൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്. ഇവിടെ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസണർ ആയിട്ട് ഇൻ പെലായോസ് ഹൗസ്. ദിവസം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ആ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ പെലായോന്റെ വീട്ടിൽ നല്ല ചോരയും നീരും അല്ലെ ഉള്ള ഒരു ഏഞ്ചൽ, ആ ഒരു ഏഞ്ചലിനെ കണ്ടില്ല, അതിപ്പോ ഒരു തടവുകാരനായിട്ട് പ്രിസണറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പെലായോ വാച്ച്ഡ് ഓവർ ഹിം ആൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. അതായത് അടുക്കള ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പെലായോ നമ്മുടെ ഈ എനോമസ് വിങ്സ് ഉള്ള ഈ ഓൾഡ് മാൻ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ. ആർമഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ഇവിടെ ബെയിലിഫ്സ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ സെക്യൂരിറ്റികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, അല്ലെ. അതേമാതിരി ഒരു മേൽനോട്ടക്കാരൻ എന്ന രീതിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കാം. ചിലപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം ഉണ്ടാവാം, ചിലപ്പോൾ ഇതൊക്കെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനെടുത്തിട്ട് അടിക്കാനുള്ള ഒരു സാധനമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെ. അതായത് അടുക്കള ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും പിടിച്ചിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും അത് അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെ. അങ്ങനെ ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്, അല്ലെ. അങ്ങനെ ബിഫോർ ഗോയിങ് ടു ബെഡ് ഇവരെല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ഓക്കെ, നമ്മുടെ പെലായോ നമ്മുടെ ഇപ്പൊ ഈ ഓൾഡ് മാൻ അല്ലേ അതിനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, ആ ചളിയിൽ നിന്ന് വലിച്ചഴിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്, അല്ലെ. അതായത് ഒരു കോഴിക്കൂട്ടില് അവിടെ കോഴികളുടെ ഒക്കെ കൂടെ ഹെൻസിന്റെ ഒക്കെ കൂടെ പിടക്കോഴികളുടെ അവരുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ലോക്ക് ചെയ്തിട്ടു എന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലെ പോലെ ചെറിയ കോഴിക്കൂടായിരിക്കില്ല, അത്യാവശ്യം സൈസുള്ള കോഴിക്കൂടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കാർട്ടൂണിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലുള്ള ഇതിലായിരിക്കും കേട്ടോ. അങ്ങനെ നോക്കൂ, എ ഷോർട്ട് ടൈം ആഫ്റ്റർവാർഡ് ദ ചൈൽഡ് വാക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസൈർ ടു ഈറ്റ്. അപ്പൊ നമ്മൾ ഈ കഥ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ എലിസിന്റെ മകന്റെ തലയിലോ എന്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ കുട്ടി എന്ത് ചെയ്തിട്ട് എണീക്കുന്നു, വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസൈർ ടു ഈറ്റ്. പനി ഒന്നുമില്ല, അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ എന്തൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ, അമ്മ എനിക്ക് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് കുട്ടി നീക്കാണ്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാമിയസ്, അല്ലെ. അവർക്ക് വളരെ ജനറസ് ആയിട്ട് അത് തോന്നിച്ചു. കാരണം ഇത് അവർ പറഞ്ഞ അയൽവാസി പറഞ്ഞ ചിലപ്പോൾ ശരിയായിരിക്കാം, അവർ ഏഞ്ചൽ ആയിരിക്കാം. ആ ഏഞ്ചൽ വന്നതിന് ശേഷമാണ് തങ്ങളുടെ മകൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അസുഖമൊക്കെ മാറിയത് എന്നൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് എ ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. അങ്ങനെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, ഈ ഏഞ്ചലിനെ ഒരു റാഫ്റ്റിലോ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ചങ്ങാടത്തിലോ ഒക്കെ എന്ത് ചെയ്യുക, കയറ്റി നിർത്തുക വിത്ത് ഫ്രഷ് വാട്ടർ. അതിൽ എന്ത് ചെയ്യുക, കുറച്ച് കുടിക്കാനുള്ള എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യുക അതിൽ വെക്കുക. പിന്നെ അതുപോലെ പ്രൊവിഷൻസ്, കുറച്ച് ഈറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുക, ഒരു 2-3 ദിവസത്തിനുള്ള, അല്ലെ. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. എന്നിട്ട് അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ കടലിലോട്ടാണ് എന്ത് ചെയ്യുക, ചങ്ങാടത്തെ അല്ലെങ്കിൽ ബോട്ട് പോലെയുള്ള സാധനത്തെ എന്ത് ചെയ്യുക, ഒഴുക്കി വിടുക. പിന്നെ ഈ എന്താ പറഞ്ഞ ഈ ഏഞ്ചലായി അതിന്റെ പാടായി അതിന്റെ വിധിക്ക് അങ്ങനെ വിടുക എന്നെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് when they went out into the courtyard at the first light of dawn, അതായത് പിറ്റേ ദിവസം
അവരിതൊക്കെ ചിന്തിച്ചിട്ട് അവർ മുറ്റത്തോട്ട് ഇറങ്ങുക അല്ലെ. ആ സമയത്ത് ഇവർ കാണുന്നത് എന്താ? ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവർ കാണുന്നത് അവരുടെ ചുറ്റുമുള്ള ഈ നൈബറിലുള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ എല്ലാവരും അവരുടെ കോഴിക്കൂടിന് മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, ആ ഏഞ്ചലിനെ എന്ത് ചെയ്യാൻ കളിപ്പിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇവർ ലോക്ക് ചെയ്ത് കണ്ട് ഇട്ടിട്ടുള്ളത് അല്ലെ. ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് അല്ലെ. ആ വിസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഈ നമ്മുടെ എന്താ പറയുക ഏഞ്ചലിന് തിന്നാനായിട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അത് മൃഗശാലയിൽ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കോപ്പ് അല്ലെ. അതായത് ഈ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇതൊരു ഭാഗം ഉണ്ടാവുമല്ലേ ഈ കൂട്ടില് അല്ലെ, അതിലൂടെ കൊടുക്കുകയാണ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേർ ഇൻ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓൾഡ് മാൻ വിത്ത് ആൻ എനോമസ് വിങ്സ് ഉള്ള ഓൾഡ് മാൻ. പക്ഷെ അവർ അങ്ങനെ ഇതാക്കുന്നത് എന്തോ ഒരു ചെറിയൊരു സർക്കസ് ആനിമലിനെ അല്ലെങ്കിൽ സൂല ആനിമലിനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കാഴ്ച ആര് കാണാണ്? നമ്മുടെ ലായവും അതുപോലെ തന്നെ എലിസിന്റെയും കാണാണ്. അങ്ങനെ ഈ വാർത്ത എല്ലായിടത്തും പരക്കാണ്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് ഗ്രേറ്റ് റാപ്പിഡിറ്റി. After a few hours, the courtyard had to be bustle of a marketplace. കുറച്ച് സമയമായിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകൾ വരികയാണ്. The couple had to call in troops to disperse the mob. ഇവിടെ മോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൗഡ്, ആ കൂട്ടത്തെ. അപ്പൊ നമ്മൾ ദമ്പതികൾ, നമ്മളെ പെലായും എലിസന്റെയും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്, ട്രൂപ്സിനെ വിളിക്കുന്നു, അതായത് പോലീസുകാരെ വിളിക്കുന്നു, അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ സോൾജേഴ്സിനെ. ട്രൂപ്സ് എന്നാണ് ഇവരൊക്കെ ഈ ഒരു അർത്ഥം വരുന്നത്. സോൾജേഴ്സിനെ വിളിക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടത്തെ എന്ത് ചെയ്യാണ് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നത് സോൾജേഴ്സിനെ മറ്റൊക്കെ വിളിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ അപ്പോഴാണ് ഇവരുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു ഐഡിയ ഉദിച്ചത്. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ് അല്ലെ. എന്താണ് ദേ ഗോട്ട് ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ് അല്ലെ. അപ്പൊ അവർക്കൊരു പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധി തോന്നി. ഇവരുടെ മുറ്റത്തൊക്കെ ഈ യാർഡിലൊക്കെ എന്ത് ചെയ്യുക, വേലി വെക്കുക. നമ്മൾ കണ്ടില്ലേ ഈ സർക്കസ് ആണെങ്കിലും വേറെ മൃഗശാലയൊക്കെ ആണെങ്കിലും ആളുകൾ പിന്നെ ഒരു എന്തുണ്ടാവും, പുറത്ത് ടിക്കറ്റ് ഉണ്ടാവും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വേലിന്റെ അടിയിലൂടെ നിന്നിട്ട് സാധനം ഓരോ ദിനം കാണുക പോവുക, അങ്ങനൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെ ആക്കുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ ഒരു 5 സെന്റ് പൈസ ഈടാക്കുക അല്ലെ. ദെൻ ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അങ്ങനെ ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾ, ഈ ആകാംക്ഷഭരിതരായിട്ടുള്ള ആളുകൾ അങ്ങ് ദൂരെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ക്യാപ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഏഞ്ചലിനെ കാണാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വരവ് തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് അല്ലെ. ഇവിടെ ഇൻവാലിഡ്സ് മീൻസ് അർത്ഥാക്കുന്നത് എ പേഴ്സൺ ഡിസേബിൾഡ് വിത്ത് ആൻഡ് ഇഞ്ചുറി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അർത്ഥം വരുന്നത് അല്ലെ. അതായത് അത്രയും ക്ഷീണിതനായിട്ടുള്ള എന്തൊക്കെ എന്താ പറയാ, ഈ മുറിവേറ്റിട്ടുള്ള പിന്നെന്താ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് നിർഭാഗ്യവാനായിട്ടുള്ള ഈ മുറിവേറ്റിട്ടുള്ള ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. നിർഭാഗ്യവാനായിട്ടുള്ള നമ്മുടെ ഏഞ്ചലിനെ കാണാൻ നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നു വരവായി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നു പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഏഞ്ചലിന്റെ അവസ്ഥ ഇപ്പൊ എന്താ, ഇപ്പൊ അൺഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്, ചിറകൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ഹെൽത്ത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്, അത് ആരോഗ്യവാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് അങ്ങ് ദൂരെ നിന്ന് വരെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ആളുകൾ എന്ത് ചെയ്യാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. പെലായോ ആൻഡ് എലിസന്റെ were happy with fatigue. Fatigue means extreme tired. അവരാകെ ടയർഡ് ആയിട്ടുണ്ട്. എങ്ങനെ ടയർഡ് ആവാതിരിക്കുക, അത്രയും ആളുകളിൽ വരുന്നത്, അത്രയും പൈസയിലേക്ക് കിട്ടുന്നത്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രൈംഡ് their rooms with money. ക്രൈംഡ് മീൻസ് ഫില്ലഡ്. അതായത് ഒരാഴ്ച എടുത്തില്ല, അവരുടെ മുറികളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പണം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു വീഴാൻ തുടങ്ങി. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിലിഗ്രിംസ് വെയിറ്റിംഗ് their turn to enter reached beyond the horizon അല്ലെ. അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അത് ഇത്രയും ആളുകൾ എന്ത് ചെയ്യാണെന്നാ പണ്ടുള്ളത് വന്നുകൊണ്ടിരിക്കുക, ഇത്രയും പൈസ ആയിട്ടും, എന്നിട്ടും എന്ത് ചെയ്യാന്നാ പണ്ടുള്ളത് ചക്രവാളത്തിന്റെ അപ്പുറത്ത് നിന്നും ഹൊറിസോണിന്റെ അപ്പുറത്ത് നിന്നും എന്ത് ചെയ്യാന്നാ പണ്ടുള്ളത് ഓരോ തീർത്ഥാടകർ എന്ത് ചെയ്യാന്നാ പണ്ടുള്ളത് തങ്ങളുടെ ഊഴം കാത്തുകാണ്ട് ഇങ്ങനെ അവരുടെ വേലിക്കപ്പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്യാൻ നിൽക്കുകയാണ് അല്ലെ, പൈസയും കൊടുത്തിട്ട്. അത്രക്കും ആളുകളായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. The angel was the only one who took no part in his own act. അവന്റെ പ്രവർത്തികളിൽ ഏഞ്ചൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഭാഗമായില്ല എന്നൊക്കെ പറയുന്നത്. അതായത് ഏഞ്ചൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേമാതിരി തന്നെ നിന്നു. അതായത് ആളുകൾ അവനെ ചിലപ്പോൾ ഈ ഏഞ്ചലിനെ എന്ത് ചെയ്യുന്നുണ്ട് പ്രലോഭിക്കുന്നുണ്ടാവും, ഒന്നും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ കണ്ടില്ല, നമ്മൾ ജൂവിലും മറ്റൊക്കെ പോകുമ്പോൾ നമ്മളെ പിന്നെ മങ്കീസിനും മറ്റൊക്കെ എന്ത് ചെയ്യണം പഴയ മറ്റൊക്കെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്ത് എടുത്ത് കഴിക്കുമ്പോൾ അവർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ഇത് അങ്ങനൊന്നും എന്ത് ചെയ്യുന്നില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോവഡ് നെസ്റ്റ് അല്ലെ. അവൻ എന്ത് ചെയ്യുന്ന പണ്ടല്ലേ കടം മേടിച്ചിട്ടുള്ള ആ കൂട്ടിലിരുന്നിട്ട് അവൻ എന്ത് ചെയ്യണം, ഒന്ന് ആ ഏഞ്ചൽ കംഫർട്ടബിൾ ആകാനായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ഷീണിതനാണ്, അവന്റെ ചെറുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ റെഡി ആകാനായിട്ട് എന്ത് ചെയ്യാണ് ശ്രമിക്കുക. നമുക്കൊരു ചിത്രം കാണാൻ പറ്റുന്നതിൽ ആളുകൾ അവിടെ നിൽക്കുന്നതും പിന്നെ എന്ത് ചെയ്യാന്നാണ് പണ്ടത്, പിന്നെ ആ ഏഞ്ചൽ അവിടെ ഇരിക്കുന്നു, കണ്ടില്ലേ.
അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ് അല്ലെ. ആദ്യം അവനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മോത്ത് ബാൾസ് തിന്നാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ മോത്ത് ബാൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് നാഫ്തലിൻ ആയിട്ടുള്ള എന്തൊക്കെ ഒരു ചെറിയ ചെറിയ എന്താ പറയാ, ഈ എന്താ പറയാ, നമ്മുടെ ഷർട്ടിലും നമ്മൾ ക്ലോത്ത്സ് ഒക്കെ മറ്റ് ജന്തുക്കളോ അതുപോലെ മൂട്ടകൾ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലോത്ത്സ് കടിക്കാതെയും മറ്റൊക്കെ പിന്നെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ അലമാരിന്റെ അകത്തൊക്കെ ചെറിയൊരു ഗുളിക പോലെയുള്ള സാധനങ്ങൾ വെക്കുമല്ലോ, ഒരു വാസന കിട്ടാൻ. അപ്പൊ അത് അങ്ങനത്തെ സാധനങ്ങൾ, പക്ഷെ അതൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ് അല്ലെ. അവനൊന്നും കഴിക്കുന്നില്ല. എന്താ കഴിക്കുന്നത്? എഗ് പ്ലാന്റ് മഷ് ആണ് കഴിക്കുന്നത്. അത് എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഞ്ച, നമ്മളെ വഴുതനങ്ങനെ എന്തൊക്കെ പൾപ്പ് പോലത്തെയുള്ള എന്തൊക്കെ സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവന് കഴിക്കുന്നത് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം, സീമ ടു ബി പേഷ്യൻസ്. അതായത് അവന്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അമാനുഷികരമായിട്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഏഞ്ചലിന്റെ എന്തായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ക്ഷമയായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻ വെൻ ദ ഹെൻസ് പെക്കഡ് അറ്റ് ഹിം. അതായത് അവിടെ ചുറ്റുമുള്ള കോഴികളൊക്കെ വന്നിട്ട് അവനെ വന്ന് കണ്ട് കുത്തിയപ്പോൾ അവൻ വളരെ ക്ഷമയോട് കൂടിയിട്ട് അവന്റെ കൊത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ കോഴികൾ എന്താണ് ചെയ്യുന്നത്, സെർച്ചിങ് ഫ്രം ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അവന്റെ ചിറകുകൾക്കുള്ളിൽ വല്ല എന്താ ചെറിയ ജന്തുക്കളോ പാരസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, കുത്തി നോക്കുകയാണ് അല്ലെ. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുള്ളഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദയർ ലിംസ് വിത്ത് അല്ലെ. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത്, വീണ്ടും ദയാലുവായിട്ട് എന്തെങ്കിലും നിന്ന് അല്ലെ. വെൻ ദ ക്രിപ്പിൾസ് പുള്ളഡ് ഔട്ട് അല്ലെ. ഇവിടെ ക്രിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലാംഗർ അല്ലെ. അവനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവന് ചിറകും കാലും എല്ലാം ഉണ്ടല്ലോ, പുറത്തുള്ള മനുഷ്യന്മാർക്ക് ചിറകില്ലല്ലോ. അപ്പൊ അവർ പുറത്തുള്ള മനുഷ്യന്മാർ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിപ്പിൾസ് എന്ന് എന്ത് ചെയ്യാൻ പറയാം, വികലാംഗർ. ഇവന്റെ വിങ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തൂവലുകളൊക്കെ എടുത്തിട്ട് അല്ലെ, എന്നിട്ട് അവരോട് എന്ത് ചെയ്യുന്നു, പുള്ളഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദയർ ലിംസ് വിത്ത്. എന്നിട്ട് അവരുടെ കൈകാൽ ആ തൂവലൊക്കെ എടുത്തിട്ട് കൈകാൽമലൊക്കെ ഉണ്ടാവും, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വരസുന്നുണ്ടാവും പിന്നെ. എന്നിട്ട് അവന്റെ ശരീരഭാഗത്ത് നിന്ന്, ഈ ഏഞ്ചലിന്റെ ശരീരഭാഗത്ത് നിന്ന് തൂവലുകൾ എടുത്തിട്ടും ഇവര് ഒന്നും എന്ത് ചെയ്യുന്നില്ല, എതിർത്തൊന്നും പറയുന്നില്ല. അല്ലാതെ അവരിങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാനാണ് പറ്റുന്നത്, ശ്രമിക്കുകയാണ്. ഹി റിമൈൻഡ് പേഷ്യന്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അവിടെയുള്ള ആളുകൾ ഇവനെ പ്രലോഭിപ്പിക്കുകയാണ്. അത്ര കരുണയുള്ള ആളുകൾ, മനുഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. എന്ത് ചെയ്യാണ്, കല്ലെടുത്തിട്ട് അവനെങ്ങനെ എറിയുന്നുണ്ട്. ഇതൊന്നും കൊണ്ട് നോക്കും നമ്മൾ ചിലപ്പോൾ ജന്തുക്കളൊക്കെ പിന്നെ കല്ലെടുത്ത് കാണാൻ ഇങ്ങനെ എറിയില്ല, അങ്ങോട്ട് നോക്കുന്ന ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രലോഭിപ്പിക്കല്ലേ. എന്നിട്ടും അവനൊന്നും ചെയ്തിട്ടില്ല, പേഷ്യന്റ് ആയിട്ട് തന്നെയാണ് നിന്നത് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ആൾ, അതിന്റെയൊക്കെ ശേഷം, ദേ വെർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ് അല്ലെ. അതായത് ഈ ഇവരൊക്കെ ശ്രമിക്കുന്നത്, ഇവരിങ്ങനെ ഇരിക്കുകയാണല്ലോ അല്ലെ, അവനൊന്ന് എണീറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മൊത്ത രൂപം ഒന്ന് കാണേനു എന്ന രീതിയിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യാണ്, ശ്രമിക്കണം. അതിനാണ് ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്നത്, തൂവല് പറിക്കുന്നത്, കല്ലെടുത്ത് എറിയുന്നത്, നാഫ്തലിൻ ഗുളികൾ, പിന്നെ മോത്ത് ബോൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇട്ട് കൊടുക്കുന്നത്, ഭക്ഷണത്തിന് സാധനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെ, ഇതൊക്കെ ചെയ്യുന്നത്. It so happened that during those days there arrived in the town a traveling show. ഇത് ഈ സമയത്താണ്, അതായത് ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എന്തിനെ കിട്ടിയത്, ഏഞ്ചലിനെ കിട്ടിയത്, അതിലിപ്പോ കോഴിക്കോട് തന്നെയാണ്. ഇവര് എന്തെങ്കിലും പലായും അതുപോലെ എലിസിന്റെയും ഇതൊരു ജീവിതമാർഗ്ഗം ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ. ഇറ്റ് സോ ഹാപ്പൻഡ്, അപ്പൊ ഇതിനെ നടന്നിട്ടുള്ളത് ദാറ്റ് ഡ്യൂറിംഗ് ദോസ് ഡേയ്സ്, ആ ദിനങ്ങളിലാണ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അതായത് ട്രാവലിംഗ് ഷോ ആ ടൗണിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എന്താണ് അതിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ? ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയിരുന്നു. കാരണം ആ സ്ത്രീ എന്തായിട്ട് മാറിയിട്ടുണ്ട്, എട്ടുകാലിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് എട്ടുകാലിയായിട്ട് മാറിയിട്ടുള്ളത്? നമ്മൾ മിന്നൽ മുരളിയിൽ മിന്നലേറ്റിട്ട് ആ ശക്തി കിട്ടുന്ന മാതിരി ഇതേമാതിരി ഇടിയും മിന്നലും എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്പൈഡർ ആയിട്ട്, വുമൺ സ്പൈഡർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പൊ അറിയാലോ, അതായത് പുതിയതൊന്ന് വരുമ്പോൾ പഴയതിന് ആർക്കും വേണ്ടി വരില്ല. അതേ അവസ്ഥ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത് അല്ലെ. ഓക്കെ, ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. നമ്മുടെ ഏഞ്ചലിനെ കാണാൻ 5 സെന്റ് ആണെങ്കിൽ അത്രയും കൂടി പൈസ ഇല്ല എന്തിനെ കാണാന്, നമ്മുടെ ട്രാവലിംഗ് ഷോയിലെ നമ്മുടെ സ്പൈഡർ ഗേളിനെ എന്ത് ചെയ്യാനേ, കാണാൻ അല്ലെ. സോ ദ പീപ്പിൾ ഫ്ലോക്കഡ് ടു സീ ഹർ. അങ്ങനെ ആളുകൾ എല്ലാവരും കൂടി എങ്ങോട്ട് കുതിച്ചു എന്നാണ് പെട്ടുള്ളത്, നമ്മുടെ ചിലന്തി പെണ്ണിനെ കാണാനായിട്ട്, സ്പൈഡർ ഗേളിനെ കാണാനായിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ആ ട്രാവലിംഗ് ഷോ കാണാനായിട്ട് പോകുന്നു. ദേ വെർ ആൾസോ പെർമിറ്റഡ് ടു ആസ്ക് ഹർ ആൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹർ അബ്സേർഡ് സ്റ്റേറ്റ്. അതായത് ഇവിടെ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം, നമ്മളെ ആ സ്പൈഡർ ഗേളിനോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ എന്ത് ചെയ്തത്, സ്പൈഡർ ഗേൾ ആയിട്ട് മാറിയത്. അപ്പൊ സ്പൈഡർ ഗേൾ ഇങ്ങനെ ഉത്തരം പറയും, അപ്പോൾ ഇടിമിന്നലായിട്ടാണെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വല വിടാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ എന്തും എന്ത് ചെയ്യാം, ചോദിക്കാം അല്ലെ. ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹർ അബ്സേർഡ് സ്റ്റേറ്റ്, അവരുടെ ഈ അൺറീസണബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്, മനുഷ്യനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇടിമിന്നലും മറ്റൊക്കെ ഏറ്റിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്നൊരു ചിലന്തിയായിട്ട് മാറില്ല. അപ്പൊ ആ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാനുള്ളൊരു എന്തുണ്ടായിരുന്നു എന്നാ പാട്ടില്ല, ഓരോരുത്തർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ സൂലൊക്കെ കാണുന്ന മൃഗങ്ങളോട് നമുക്ക് ചോദിക്കാൻ പറ്റും, നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങളുടെ അവിടെ. അപ്പൊ മൃഗങ്ങൾ അതിനനുസരിച്ച് എന്താ ചെയ്യുക, റീസൺസും തരികയാണെങ്കിൽ കുറച്ചും കൂടി എന്താവും എന്നാ പറഞ്ഞത്, ഇൻട്രസ്റ്റിംഗ് ആവില്ല എല്ലാ കാര്യങ്ങളും. അതേപോലെ
അങ്ങനെ ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. കാരണം ഇപ്പോ നമ്മളെ പെലായോക്കും അതുപോലെ എലിസന്റെയൊക്കെ ഇപ്പൊ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ ഇല്ലേ? വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അങ്ങനെ അവർ സേവ് ചെയ്തിട്ടുള്ള പൈസ കൊണ്ട് അവർ രണ്ട് നിലയുള്ള ഒരു കൊട്ടാരം പോലെയുള്ള വലിയൊരു മാൻഷൻ എന്തെങ്കിലും വീട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ പണിത്. അതിന് ബാൽക്കണീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗാർഡൻസ് എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിന്റ് ഗെറ്റ് ഇൻ ഡ്യൂറിംഗ് ദ വിന്റർ ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിന്റ് ഗെറ്റ് ഇൻ. അതായത് അവര് ഫെൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ, വേലിയൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ വലിയ വലിയ നെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം എന്താണ്, ക്രാബ്സിന് ഞണ്ടുകൾക്കൊന്നും വിന്റർ സീസണിൽ ഞണ്ടുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അകത്തോട്ട് ഞങ്ങളുടെ വീടിന്റെ അകത്തോട്ട് പിന്നെന്താണ് പിന്നെ കയറാൻ പറ്റാത്തൊരു അവസ്ഥ അവരുണ്ടാക്കുന്നു. അതായത് വരണ്ട ചിലപ്പോൾ അതിന്റെ സമയത്തൊക്കെ ചിലപ്പോൾ ഞണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്ന പണ്ടുള്ളത് പിന്നെ എന്താ വെള്ളത്തിൽ നിന്നൊക്കെ വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പണ്ടുള്ളത് പിന്നെ അവരുടെ വീടുകളിലും അതുപോലെ വരയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ഒന്ന് താമസിക്കും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞണ്ടുകളെ ക്രാബ്സിനെ ഒഴിവാക്കാനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റിംഗ് ഒക്കെ വെച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ അയൺ സ്റ്റീൽ ബാർസ് ഒക്കെ വിൻഡോക്ക് വെച്ചു. കാരണം എന്താണ്, ഏഞ്ചൽസിന്റെ വിൻഡോ തകർത്തിക്കാണ്ട് വീടിന്റെ അകത്തോട്ടൊന്നും എന്ത് ചെയ്യണ്ട, വരണ്ട. അതുപോലെ തന്നെ നമ്മുടെ പെലായോ ആൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. നമ്മുടെ ഇവിടെ ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ഷെരീഫ് ആയിക്കൊണ്ടോ ഇതൊക്കെ ഓവറോൾ ആയിട്ട് ഇങ്ങനെ നോക്കുന്ന അല്ലെ, അങ്ങനത്തെ ഒരു ജോലി അദ്ദേഹം ഉപേക്ഷിക്കുക. എങ്ങനെയാണെന്നാ പറഞ്ഞത്, ഒരു റാബിറ്റ് വാരൻ അദ്ദേഹം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, ബിൽഡ് ചെയ്യാണ്. ഇവിടെ ഈ റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻഡ് എൻക്ലോസ്ഡ് പ്ലേസ് ഫോർ ബ്രീഡിങ് റാബിറ്റ്സ്. അതായത് മുയലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യങ്ങളെ ബ്രീഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, വേലിയൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഒരു പ്രത്യേക സ്ഥലം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അറേഞ്ച് ചെയ്യുക അല്ല. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒന്നുമില്ല, ചുറ്റുമൊക്കെ വെയിലൊക്കെ കെട്ടിക്കാണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെവലാക്കിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പുറത്തിറങ്ങിക്കാണ്ട് ആളുകളൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ഇതൊക്കെ ഇപ്പൊ അതൊന്നുമില്ല. അദ്ദേഹത്തിന് ആ ജോബൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടു അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ഷെരീഫായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ജോബൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടു. എലിസന്റെ ബോട്ട് സം സാറ്റിൻ പംപ്സ്. ഓക്കെ, ഇവിടെ സാറ്റിൻ പംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു പെയിൻ ആയിട്ടുള്ള ഒരു ഷൂ ആണ്. വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്. ഇറിഡിസെന്റ് സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിങ് ആയിട്ടില്ല. ഇവരുടെ ജീവിത രീതി തന്നെ ആകെ മാറിയിട്ടുണ്ട് അല്ലെ. ഇഷ്ടം പോലെ പൈസയുണ്ട്, മണിമാളികയുണ്ട് അല്ലെ. ഇതൊക്കെ ഈ ഏഞ്ചലിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഏഞ്ചൽ ഇവരുടെ ഭാഗ്യം തന്നെയാണ്. ഇവർ വന്ന് പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ മകന്റെ അസുഖം മാറി അല്ലെ. അങ്ങനെ നോക്കാം. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിന്റ് റിസീവ് എനി അറ്റൻഷൻ. അങ്ങനെ ആ കോഴിക്കൂടിനാണ് ഒരു അറ്റൻഷനും കിട്ടാതിരുന്നെന്നാ പറഞ്ഞത്. അതിനൊരു മാറ്റവും എന്ത് ചെയ്തിട്ടില്ല, അവർ വരുത്തിയിട്ടില്ല. ദ ഡങ്ക് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ഇവിടെ സ്റ്റെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസന്റ് സ്മെൽ. അത് ഈ ചിക്കൻ കൂപ്പ് ഇവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ അകത്തുനിന്ന് വരുന്ന നമ്മളെ ഈ കോഴി കാഷ്ടത്തിന്റെ വാസനയുണ്ടല്ലോ അല്ലെ, അത് ഈ പുതിയ വീടിന് ഒരു പഴയ വീടാക്കിയിട്ട് മാറ്റി. പുതിയ വീടാകുമ്പോൾ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ മാറ്റി. ആ കോഴിക്കൂടിന് ഒരു ഇതുമില്ല. അവിടെ ഈ നമ്മളെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏഞ്ചൽ ഉണ്ടല്ലോ. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, ആദ്യം ഇവരുടെ കുട്ടി നടക്കാനായിട്ട് എന്ത് ചെയ്തോ പഠിച്ചപ്പോൾ ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കോക്ക്. അതായത് ചിക്കൻ കൂപ്പിന്റെ അടുത്തോട്ട്, അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കുട്ടി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ, ചെറിയ കുട്ടികൾ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർ വളരെയധികം കെയർഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം ആ കോഴിക്കൂടിന്റെ അടുത്തോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടി പോകാൻ പാടില്ല. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ അല്ലെ. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പേടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല വാസനയൊക്കെ ഉണ്ടായിരുന്നു, കോഴിക്കൂട് അതുണ്ടാവും അതുണ്ടാവും മറ്റുണ്ടാവും മറിച്ചുണ്ടാവുന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് അവരുടെ പേടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറി. പിന്നെ എന്താ പറയാ, നമ്മൾ ചിലപ്പോൾ ഒരു വീടിന്റെ അടുത്തൊരു ചാണകക്കുഴി ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ചിലപ്പോൾ അതിന്റെ വാസന ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമാവില്ല. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ആയി പിന്നെ എന്താ സ്മെല്ല് മാറ്റൊക്കെ. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഇസ് സെക്കൻഡ് ടീത്ത്, കുട്ടിയുടെ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുന്നോടിയായിട്ട് അല്ലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. അല്ല കോഴിക്കോടിന്റെ അടുത്തേക്ക് പോകും കളിക്കാൻ. ആസ് ദ വയേഴ്സ് വെർ ഫാളിംഗ് അപ്പാർട്ട്, അതായത് ഇവരെ മറച്ചിട്ടുണ്ടാവില്ല ഈ ചിക്കൻ കൂപ്സ് ഒക്കെ. കോഴിക്കോടിന്റെ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേലി കെട്ടി മറച്ചിട്ടില്ല. ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിലൂടെ ഈ കുട്ടി നോക്കി കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോഴിക്കോടിന്റെ അടുത്ത് പോയി കാണാൻ എന്ത് ചെയ്യും, കളിക്കൊന്നാണ് ചെയ്തിട്ടുള്ളത് പണ്ടില്ല. അങ്ങനെ ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കോഴിക്കോടിന്റെ അടുത്തോട്ട് പോകലുണ്ടല്ലോ, നമ്മുടെ ഏഞ്ചലിന്റെ അടുത്തോട്ട്. അങ്ങനെ ഏഞ്ചലിനും നമ്മുടെ ഈ കുട്ടിക്കും എന്ത് ചെയ്യുന്നു, ഇവരുടെ കുട്ടിക്കും എന്ത് ചെയ്യുന്നു, ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് എന്ത് ചെയ്യുന്നു, വരുന്നു, പിടിക്കുന്നു. അങ്ങനെ ചിക്കൻ ബോക്സ് അസുഖം രണ്ടുപേർക്കും ഒരേ സമയത്താണ് വരുന്നത്. അങ്ങനെ ഡോക്ടർ കുട്ടിയെ പരിചരിക്കാനായിട്ട് വരുന്നുണ്ട്. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡിന്റ് റെസിസ്റ്റ്, ദ റെസിസ്റ്റ് എന്നാൽ പ്രതിരോധിക്കുക അല്ലെ, കുഡിന്റ് റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹേർട്ട്. അതായത് ഈ ഡോക്ടർ നമ്മൾ കുട്ടിയെ പരിചരിക്കാനായിട്ട് വന്നല്ലോ, ചിക്കൻ ബോക്സ് ഉണ്ട്, രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കുഡിന്റ് റെസിസ്റ്റ് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പിന്നെന്താണ് പിന്നെ ഈ ഏഞ്ചലിന്റെ ഹേർട്ടിന്
ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങളും മറ്റൊന്നും അദ്ദേഹത്തിന് പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പരിധി വരെ അദ്ദേഹത്തിന് റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ കുട്ടിയെ നോക്കാൻ വരുമ്പോൾ അവർ പറയും അവിടെ ഉണ്ട്, അതിനും ചിക്കൻ ബോക്സ് ഉണ്ട്, അതിനും സുഖമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അതിന് പോയി കണ്ട് നോക്കുമ്പോഴും വളരെയധികം എന്താ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർക്ക് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവാം. ഇനി എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറയാൻ നോക്കൂ. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹേർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. അതായത് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമല്ലോ, അപ്പൊ ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചുകൂടിന്റെ അകത്തുനിന്ന് പടപടാ പിടിക്കുന്ന ഓരോ സൗണ്ട്സും അതുപോലെ തന്നെ കിഡ്നിന്റെ അകത്തുനിന്നും ഓരോ സൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിഭീകരമായിട്ടുള്ള സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗ എവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. എന്താണ് അദ്ദേഹത്തെ സർപ്രൈസ്ഡ് ആക്കിയിട്ടുള്ളത്? ആ വിങ്സിന്റെ ലോജിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തെ സർപ്രൈസ്ഡ് ആക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദേ സീം ടു സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി എ ഹ്യൂമൻ ഓർഗൻസ്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിന്റ് ഹാവ് ദം ടു. അതായത് ആ നമ്മുടെ ഏഞ്ചലിന്റെ ശരീരം മൊത്തം ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ശരീരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഏഞ്ചലിന്റെ ശരീരം. പക്ഷെ അദ്ദേഹത്തെ ഞെട്ടിച്ചിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല, ഈ ആൾക്ക് അല്ലെ എന്തുണ്ടെന്നാ പറഞ്ഞത്, ഒരു ചിറകുണ്ട്. ആ ചിറക് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇയാൾ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, ടോട്ടലി എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യനാണെന്നാണ് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഈ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് നേരത്തെ മാറ്റി നിർത്താം. ഏകദേശം അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. അങ്ങനെ കുട്ടി സ്കൂളിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. കുട്ടി ഇങ്ങനെ, അതായത് അത്രയും നാള് നമ്മൾ ഈ ഏഞ്ചൽ അവരുടെ കയ്യിലൊരു ക്യാപ്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ കോഴിക്കോടിന്റെ അകത്ത് ഉണ്ട് അല്ലെ. ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ് അല്ലെ. അതായത് നമ്മുടെ കോഴിക്കോടിന്റെ ചിക്കൻ കൂപ്പിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, റൂഫ് എന്ത് ചെയ്തിട്ട് കുറെ മഴ പെയ്തിട്ടും അതുപോലെ തന്നെ സൂര്യപ്രകാശ് ഏറ്റിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആകെ തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദ ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അങ്ങനെ നമ്മളെ ഏഞ്ചൽ പിന്നെ ഇവരുടെ ആ കൂടിന്റെ അകത്ത് അല്ലെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ കൂടിന്റെ പുറത്തും മറ്റൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു ഭാഗത്തോട്ട് പോകും മറുഭാഗത്തോട്ട് പോകും. അങ്ങനെ അതായത് ഇവിടെ സ്ട്രേ ഡേയിങ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ, അതായത് നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല, നമ്മൾ സിനിമകളിലൊക്കെ ചിലപ്പോൾ ഒരു കത്തി കൊണ്ട് കുത്തൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുത്തി കിട്ടിയിട്ടുള്ള ആൾ ഒരു ഭാഗത്തോട്ട് പോയി അവിടെ കുറെ പോയി അവിടെ കടന്ന് ഇവിടെ കുറെ നടന്ന് അല്ലെ, ഇവിടെ കുറെ കടന്ന് അല്ല അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ മരിക്കാനായി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഏഞ്ചലിനെ കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ ഹി കുഡ് സ്കാർസ്ലി ഈറ്റ്. അങ്ങനെ പതുക്കെ പതുക്കെ അതൊന്നും തിന്നുന്നില്ല അല്ലെ, കുറച്ചേ കഴിക്കുന്നുള്ളൂ അല്ലെ. ആൻഡ് അതുപോലെ തന്നെ ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റസ് അല്ലെ. അതായത് ഈ കണ്ണൊന്നും ശരിക്കും കാണുന്നില്ല എന്നൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോ പല സ്ഥലങ്ങളിലും പോയി കണ്ട് അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, നിൽക്കുന്നുണ്ട് അല്ലെ. എന്താ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ് ഇൻ ദ ഷെഡ് അല്ലെ. പെലായോ അവന്റെ ആ ഒരു ഏഞ്ചലിന്റെ മേത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാങ്കറ്റ് ഇടുന്നുണ്ട്, അവനെ ഉറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഷെഡിൽ. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അവര് മനസ്സിലാക്കുന്നത് രാത്രി നല്ല എന്തുണ്ട്, ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ് അല്ലെ. അതെന്താ, നല്ല ചൂടുണ്ട് എന്നാണ് പറഞ്ഞത്. പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ശരീരത്തിന് ചൂടുണ്ടാവില്ലേ. ദേ ബിക്കം അലാറംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അപ്പൊ ഈ നമ്മുടെ പെലായ മെഡിസിന്റെ ഒക്കെ വിചാരിച്ചു, അയ്യോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ, ചിലപ്പോൾ ഏഞ്ചൽ മരിച്ചു പോകും, നല്ല ചൂടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവഡ് ഹിസ് വാസ് വിൻഡർ അല്ലെ. പക്ഷെ നമ്മുടെ ഏഞ്ചല് ആ എന്താ പറയാ അതിശൈത്യത്തില് അവൻ അതിജീവിച്ചു എന്നത് മാത്രമല്ല, ബട്ട് സീമഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ് അല്ലെ. അവന് എങ്ങനെയൊക്കെ അതിജീവിച്ചു ആ വിന്റർ ആ ഒരു സമയം, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സണ്ണി ഡേയ്സിൽ അങ്ങനെ വിന്റർ ഒക്കെ മാറിയിട്ട് വരുന്ന ആ ഒരു ഇതുണ്ടാവില്ല, ഒരു നമ്മളെന്തായാലും ചൂടുകാലം വരില്ല, സണ്ണി ഡേയ്സ് വരില്ല, അതിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ ഇംപ്രൂവ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ് അല്ലെ. അവന് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കോർട്ട്യാർഡിന്റെ മുറ്റത്തിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അനങ്ങാതെ ചിലപ്പോൾ ഇങ്ങനെ കുറേ നേരം പോയി കണ്ടൊക്കെ അനങ്ങാതെ നിൽക്കും. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദർ ബിഗൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. അങ്ങനെ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ വലിയ നല്ല നല്ല എന്ത് ചെയ്തിട്ടുണ്ട്, ഫെദേഴ്സ് തൂവലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ വിങ്സിൽ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്, മുളക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തുടങ്ങി അല്ലെ. അവന്റെ ചിറകളും മറ്റൊക്കെ ഫെദേഴ്സ് ഒക്കെ ഇങ്ങനെ ആകാൻ തുടങ്ങി, പുതിയത് വരാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഇവിടെ സ്കെയർ ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിത്രം കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമ്മളെ ചിലപ്പോൾ വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ അല്ലെ, കണ്ണീർ തട്ടുന്നതിനും മറ്റൊക്കെ ഇതാക്കിയിട്ട് വെക്കും. അതുപോലെ തന്നെ എന്താ അതില് പാടങ്ങളിലൊക്കെ ഈ കോലൊക്കെ വെക്കുമല്ലോ അല്ലെ. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് തോന്നിച്ചു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ള വിങ്സ്. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് സ്കെയർ ക്രോ അല്ലെ. സ്കെയർ ക്രോന്റെ ഫെദേഴ്സ് പോലെ തോന്നിച്ചു എന്നാണ് പറഞ്ഞത്. വൈക്കോൽ പോലെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വൈക്കോൽ പോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും തോന്നിച്ചിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്.
വൺ ഡേ എലിസന്റെ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഓണിയൻസ് ഫോർ ലഞ്ച്. ഒരു ദിവസം അവിടെ ഒരു കൂട്ടം എന്തായാലും ഉള്ളികൾ എന്ത് ചെയ്യാൻ അരിയായിരുന്നു. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ, അപ്പൊ നല്ല കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്, കിച്ചണിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ദെൻ ഷീ വെന്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. അല്ലെ, ദെൻ ഷീ വെന്റ് ടു ദ വിൻഡോ, പിന്നെ എന്ത് ചെയ്യുന്നു, ദെൻ ഷീ വെന്റ് ടു ദ വിൻഡോ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കാറ്റിന് അടിക്കണം. അപ്പൊ ജനവാദിന്റെ അടുത്തോട്ട് അവൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് അവൾ കണ്ടത് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. നമ്മൾ ഈ ഏഞ്ചൽ എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്, അതൊന്ന് പറക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അല്ലെ, ദീസ് വേർ സോ ക്ലംസി that he was on the point of knocking the shed down as he couldn't get a grip on the air. But then he did manage to gain altitude. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദീസ് വേർ സോ ക്ലംസി. ഇവിടെ ക്ലംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ. ചിലപ്പോൾ ആ ഷെഡ് അവനിപ്പോൾ അവൻ എന്ത് ചെയ്യും, തട്ടി ഇടുന്ന ഒരു അവസ്ഥയിലാണ്. ആസ് ഹി കുഡിന്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. കാരണം പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് എയറിൽ ഗ്രിപ്പ് ഒന്നും എന്ത് ചെയ്യുന്നു കിട്ടുന്നില്ല. ബട്ട് ദെൻ പിന്നെ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പിന്നെ അവന് ഉയരം, അവന്റെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. കാരണം ആ ഉയരം അവൻ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. കുറെ പറക്കാതെ പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. അല്ലെ, എലിസൻഡ എന്ത് ചെയ്തിട്ടുണ്ട്, ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പിട്ട്. ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹിം, അവൾക്ക് വേണ്ടിയിട്ടും അവന് വേണ്ടിയിട്ടും. അത് ഇത്രയും കാലം അതിനെ ഒരു കൂട്ടിലിട്ട് അടച്ചു വെച്ചു. അല്ലെ, കാരണം അതിന് ഒരു ജീവിതമല്ലേ. അപ്പൊ അത് അതിന്റെ ജീവിതത്തിലോട്ട് ഏഞ്ചൽ അതിന്റെ ജീവിതത്തിലോട്ട് പറഞ്ഞ് എന്ത് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഇവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമാധാനം ആവുന്നുണ്ട്. അല്ലെ, വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അല്ലെ, ഇങ്ങനെ നോക്കി, അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ മുകളിൽ ഒരു പക്ഷി പറക്കണം, അത് ഇതിങ്ങനെ പറന്ന് പോവാ, ആ ഓരോ വീടിനെയും താണ്ടിയിട്ട് ഇങ്ങനെ എന്താ പോവാ. അത്രയും നേരം അവൾ നിന്ന് ഇങ്ങനെ നോക്കി. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. അല്ലെ, അങ്ങനെയാണ് ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ്, മുകളിൽ. അല്ലെ, ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. ഈ സിനൈൽ വൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിനൈൽ വൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാവിംഗ് ഓർ ഷോവിംഗ് ദ വീക്ക്നെസ് ഓർ ഡിസീസ് ഓഫ് എസ്പെഷ്യലി ഓഫ് എ ലോസ് ഓഫ്, അതായത് പിന്നെ ഭ്രാന്തമായിട്ട് ചിലപ്പോൾ ഇര തേടിക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന കുറെ കഴുകന്മാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഭ്രാന്തമായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചിറകട്ടിട്ട് അടിച്ചിട്ട് അടിയിലോട്ട് നോക്കി നടക്കില്ലേ, നോക്കിയിട്ട് ഇങ്ങനെ പറക്കില്ലേ. അതേപോലെയായിരുന്നു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആര്, ഏഞ്ചൽ. അല്ലെ, ഏഞ്ചൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എലിസന്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ്. അതായത് ഉള്ളി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അല്ലെ, ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അതായത് ഇവനിങ്ങനെ പറന്ന് നമ്മുടെ എലിസന്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ണിൽ നിന്ന് അകലോളം നോക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് എന്തിട്ടുള്ളത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഓക്കെ. ഹി വാസ് ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി ഒരിക്കലും എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഏഞ്ചൽ നമ്മുടെ എലിസന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ശല്യമായിട്ട് എന്തെങ്കിലും വരില്ല. ബട്ട് ആൻ ഇമേജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. കടലിലെ ചക്രവാളത്തിന് ഹൊറിസോണിന്റെ ഒക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്, ആകാശത്തോ അല്ലെങ്കിൽ കടലിലോ അല്ലെങ്കിൽ ഹൊറിസോണിന്റെ ഒരു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ സ്വപ്നങ്ങളിലോ അതൊരു എന്തായിട്ട് മാറുക, ഒരു ഇമേജിനറി ഡോട്ട് മാത്രമായിരിക്കും ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ. ഇങ്ങനെ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഏഞ്ചലിനെ ഇവര് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഇവരാ കോഴിക്കൂട്ടിലിട്ട് അടച്ചു വെച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കി വീണ്ടും ഇങ്ങനെ വർഷങ്ങളോളം ഇതിനെ തടവിലാക്കി കൊണ്ടുപോകുന്നതിനോട് നമ്മുടെ എലിസന്റെ എന്തില്ല എന്നാ പറഞ്ഞത്, ഒരു യോജിപ്പില്ല. അവരൊരിക്കലും അതിന് പിടിച്ചു വെച്ചിട്ടില്ല. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുകുമ്പിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്, ഫെദേഴ്സൊക്കെ മറിച്ചപ്പോൾ അത് സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്, പറന്ന് പോവാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചെയ്തിട്ടുണ്ടായത്. അതിനെ പറക്കാൻ ഇവർ എന്ത് ചെയ്യായിരുന്നു, അനുവദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പലായും എലിസന്റും അതിനെ പറക്കാതെ അവിടെ തന്നെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെന്ത് ചെയ്യുമായിരുന്നില്ല, സഹായിക്കുമായിരുന്നില്ല. അങ്ങനെ അനന്തമായിട്ടുള്ള ഫ്രീഡത്തിലോട്ട് അല്ലെ നമ്മുടെ ഏഞ്ചൽ പറക്കുകയായി. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വി വിൽ മീറ്റ് ഇൻ അവർ അനദർ സെഷൻ. താങ്ക് യു.